ബസ്സിൽ കയറാനുള്ള ശാരീരിക സ്ഥിതി പോലുമില്ലാത്ത അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരുമെല്ലാം തിരക്കുള്ള ബസ്സുകളിൽ ദീർഘദൂരം നിൽക്കുന്നത് ബസ്സുകളിലെ സ്ഥിരം നൊമ്പര കാഴ്ചയാണ്. അവർക്കായി നീക്കിവെച്ച സീറ്റുകളിൽ ഹെഡ്ഫോണും വെച്ച് ഉറക്കം നടിച്ചിരിക്കുന്ന പുത്തൻ തലമുറയ്ക്ക് മുൻപിൽ ഇനി ആ വയോധികർക്ക് കൈകൂപ്പി നിൽക്കേണ്ടി വരില്ല. മുതിർന്ന പൗരന്മാർക്കായി മാറ്റിവെച്ച സീറ്റുകളിൽ ഇരുന്ന് അവർ വരുമ്പോൾ മാറിക്കൊടുക്കാൻ മടിക്കുന്നവരിൽ നിന്ന് 100 രൂപ സ്പോട്ട് ഫൈൻ ഈടാക്കാൻ KSRTC തീരുമാനിച്ചിരിക്കുകയാണ്. നിയമത്തെക്കാൾ ഉപരി വഴിയിൽ നഷ്ടമാകുന്ന യാത്രാ മര്യാദകളെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ മാനുഷിക ഇടപെടലായി ഈ വാർത്തയെ കാണാം. സീറ്റ് റിസർവ്ഡ് എന്നോ സീനിയർ സിറ്റിസൺ എന്നോ പ്രായമായവർ എന്നൊക്കെയുള്ള ബോർഡുകൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പലരും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. ഈ ഒരു അവഗണനയ്ക്ക് അറുതി വരുത്താനാണ് KSRTC ഇപ്പോൾ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. KSRTCയുടെ മിന്നൽ പരിശോധനാ വിഭാഗം നടത്തിയ റെയ്ഡുകളിൽ അർഹരായ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് നൽകാതെ നിയമലംഘനം നടത്തിയ യാത്രക്കാരെ കൈയോടെ പിടികൂടുകയും അവർക്ക് സ്പോട്ട് ഫൈൻ ചുമത്തുകയും ചെയ്തു കഴിഞ്ഞു. ബസ്സുകളിലെ ആദ്യ വരികളിൽ മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി സീറ്റുകൾ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ കയറിയിരിക്കുന്നവർ, അർഹരായവർ ബസ്സിലേക്ക് കയറി വരുമ്പോൾ ജനലിലേക്ക് നോക്കിയിരിക്കുന്നതും മൊബൈലിൽ മുഴുകുന്നതും സ്ഥിരം പരാതിയായിരുന്നു. കേവലം 100 രൂപയുടെ പിഴ എന്നതിലുപരി സഹയാത്രികരോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായ മാനുഷിക പരിഗണനയും അവബോധവും ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് KSRTC ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വയോധികരോട് മര്യാദ കാട്ടാത്തവർക്കെതിരെയുള്ള ഈ അടിയന്തര നീക്കത്തെ പൊതുജനങ്ങൾ വലിയ രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റൂട്ടുകളിലും KSRTC വിജിലൻസ് സ്ക്വാഡിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും. നിയമം ലംഘിച്ച് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വീണ്ടും വിസമ്മതിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുക മാത്രമല്ല, ആവശ്യമെങ്കിൽ അവരെ അടുത്ത സ്റ്റോപ്പിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളും അധികൃതരുടെ ആലോചനയിലുണ്ട്. നമ്മുടെ ഒപ്പമുള്ള മുതിർന്നവരും സുരക്ഷിതമായി ആത്മാഭിമാനത്തോടെ യാത്ര ചെയ്യട്ടെ. പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ നിയമങ്ങൾക്കപ്പുറം പരസ്പര ബഹുമാനവും കരുതലുമാണ് ഏറ്റവും വലിയ ടിക്കറ്റ് എന്ന ഈ ഓർമ്മപ്പെടുത്തൽ ചിലരെയെങ്കിലും പഠിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.